ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 15. കാർത്തിക് വരാത്ത 2 ദിവസവും ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു വിരസത മീരയ്ക്ക് അനുഭവപ്പെട്ടു. പലതവണ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഒരുങ്ങിയെങ്കിലും എന്തോ ഒരു മടി മീരയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. വീട്ടിലെത്തിയാലും മീരയുടെ ചിന്തയിൽ പലപ്പോഴും കാർത്തിക് ആയിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കാർത്തിക് മീരയുടെ മനസ്സിനെ അത്രയേറെ സ്വാധീനിച്ചിരുന്നു. എത്തരത്തിലുള്ള ഇഷ്ടമാണെന്ന് മീരയ്ക്ക് അറിയില്ലെങ്കിലും കാർത്തികുമായിട്ടുള്ള സൗഹൃദം മീരയ്ക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. കാർത്തികുമായിട്ടുള്ള നിമിഷങ്ങളിൽ മീര വളരെയധികം വാചാലയായിരുന്നു. തന്റെ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും പറയാൻ കഴിയുന്ന ആശ്വാസമായ ഒരിടമായിരുന്നു മീരയ്ക്ക് കാർത്തികുമായുള്ള നിമിഷങ്ങൾ. പരസ്പരം അവർക്ക് തമ്മിൽ അധികമൊന്നും അറിയില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു സൗഹൃദത്തിന്റെ വേര് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് മുടി നിറയെ കാർത്തിക് കൊടുത്ത ചെമ്പകം ചൂടി മീര ലൈബ്രറിയിലെത്തി. അന്ന് കാർത്തിക് വരുമെന്ന് മീര വിശ്വസിച്ചിരുന്നു. പക്ഷേ അന്ന് കാർത്തിക് വന്നില്ല. വളരെയേറെ നിരാശയോടെ മീര മീനുവിനോടൊപ്പം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ മീര പലതവണ കാർത്തികിനെ വിളിച്ചു. പക്ഷേ കാർത്തികിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മുഖം വാടിയിരിക്കുന്ന മീരയോട് മീനു പലകുറി കാര്യമെന്ന് ചോദിച്ചെങ്കിലും തലവേദന എന്ന് പറഞ്ഞ് മീര ഒഴിഞ്ഞുമാറി. അന്ന് രാത്രി മീരയുടെ ചിന്ത മുഴുവൻ കാർത്തികിനെ പറ്റിയായിരുന്നു. പിറ്റേന്ന് അമ്പലത്തിൽ, ഈശ്വര, എൻ്റെ മനസ്സ് എന്താണ് ഇങ്ങനെ? എനിക്ക് കാർത്തിക് സാറിനോടുള്ളത് വെറും സൗഹൃദമാണോ, അതോ അതിനപ്പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടമാണോ? അരുതാത്തൊന്നും എൻ്റെ ജീവിതം സംഭവിക്കരുതേ. അയാളുടെ സാന്നിധ്യം തൻ്റെ മനസ്സ് ഇത്രയേറെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഭഗവാന്റെ മുന്നിൽ നിന്ന് മീര വേദനയോടെ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. വ്യാഴാഴ്ച രാത്രിയിൽ മീരയുടെ ഫോൺ റിങ് ചെയ്തു. കാർത്തികിന്റെ കോളാണെന്ന് കണ്ടതും മീര വളരെ പ്രസന്നമതിയായി. ഹലോ കാർത്തിക് സർ, മീര സന്തോഷവും ആവേശവും നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ശനിയാഴ്ച മീര രാവിലെ 11:30 ആകുമ്പോൾ കോളേജിലേക്ക് വരണം. മറുവശത്ത് നിന്നും കാർത്തികിന്റെ ക്ഷീണിച്ച സ്വരം മീരയിൽ ആശങ്കയുണ്ടാക്കി. എന്താ സാറിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? മീര ചോദിച്ചു. വയ്യടോ, പനിയായിരുന്നു. നാളെ വൈകുന്നേരം ലൈബ്രറി വെച്ച് കാണാം. ഗുഡ് നൈറ്റ് മീര എന്ന് പറഞ്ഞ് കാർത്തിക് ഫോൺ കട്ട് ചെയ്തു. കാർത്തികിന്റെ കോൾ വന്നത് കണ്ടപ്പോൾ മീരയുടെ മുഖത്തുണ്ടായ സന്തോഷം മീനു ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ മീനു അതേക്കുറിച്ചൊന്നും ചേച്ചിയോട് ചോദിച്ചില്ല. പിറ്റേന്ന് വൈകുന്നേരം കാർത്തിക് വരുന്നതും പ്രതീക്ഷിച്ച് മീര ലൈബ്രറിയിലിരുന്നു. അധികം വൈകാതെ തന്നെ കയ്യിലൊരു സഞ്ചിയുമായി കാർത്തിക് അവിടേക്കെത്തി. ഇതാ ഡീലറിന്റെ വകയൊരു സമ്മാനം എന്ന് പറഞ്ഞ് കയ്യിലെ സഞ്ചി കാർത്തിക് മീരയെ ചെമ്പകത്തെയാണല്ലോ സാറേ, ഇത് എവിടെ നിന്നാ വാങ്ങിയത്? മീര ചോദിച്ചു. ഡീലർക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ധൈര്യമായി നാട്ടിൽ പോകാമല്ലോ എന്ന് പറഞ്ഞ് കാർത്തിക് ചിരിച്ചു. എന്നിട്ട് ചെടി കിട്ടിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാർത്തിക് മീരയോട് പറഞ്ഞു. ചെമ്പകത്തെയാണെന്നറിഞ്ഞപ്പോൾ മീരയുടെ മുഖം വളരെയേറെ പ്രസന്നമായി. മീര ചെടിയെ സ്നേഹപൂർവ്വം തലോടി. ഞാൻ മീരയോട് പറഞ്ഞില്ലേ, തന്നെ പരിചയപ്പെടുന്ന മുതൽ ചെമ്പകം എൻ്റെ ഭാഗമായിരിക്കുന്നു എന്ന്. ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മുടെ സൗഹൃദത്തിന്റെ നാഴികക്കല്ലായിരിക്കും ഈ ചെമ്പകം. അങ്ങനെയാണെങ്കിൽ സാറിന്റെ ജീവിതത്തിലും സുഗന്ധം പരത്താൻ എനിക്ക് സാധിച്ചത് സന്തോഷം. പിന്നെ 2 ദിവസം എന്ന് പറഞ്ഞിട്ട് 5 ദിവസമായല്ലോ ഡീലർ പോയിട്ട്. മീര ഒരൽപ്പം നീരസത്തോടെ പറഞ്ഞു. അവിടെ പോയപ്പോൾ ഒരു പനി പിടിപെട്ടു. നല്ല 1ാം ക്ലാസ് പനി. 2 ദിവസം ഹോസ്പിറ്റലിലും കിടന്നു. അത് സാറിനെ കാണുമ്പോൾ അറിയുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്. ഇപ്പൊ പനി എങ്ങനെയുണ്ട്? മാറിയില്ലേ? പനിയൊക്കെ മാറി. ക്ഷീണമുണ്ട്. പക്ഷെ വരാതെ പറ്റില്ലല്ലോ. നാളെയല്ലേ നാടകം? ഓൾ ദി ബെസ്റ്റ് സർ, മീര പറഞ്ഞു. താങ്ക് യു മീര. നാളെ മീനു ഉണ്ടാകില്ലേ? കാർത്തിക് ചോദിച്ചു. ഇല്ല, അവളുടെ ടീച്ചറുടെ മാരേജാണ് നാളെ എറണാകുളത്ത് വെച്ച്. ഇന്ന് രാത്രി ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകും. പക്ഷെ സാറിന് ഇന്ന് കാണുമ്പോൾ ഒരു ഓൾ ദി ബെസ്റ്റ് പറയാൻ അവൾ പറഞ്ഞിരുന്നു. മീര, ഞാൻ പൊയ്ക്കോട്ടെ. ഹോസ്റ്റലിൽ വെച്ച് നാടകത്തിന് റിഹേഴ്സൽ ചെയ്യണം. നാളെ കാണാം എന്ന് പറഞ്ഞ് 2 വെള്ളച്ചെമ്പകം മീരയെ ഏൽപ്പിച്ച് കാർത്തിക് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് മീനു എത്തി. മീരയുടെ കയ്യിലെ കവർ കണ്ടതും ഇതെന്താ ചേച്ചി? മീനു ചോദിച്ചു. ഇത് കാർത്തിക് സാർ തന്നതാ, ഒരു ചെമ്പകത്തെ. മീര പറഞ്ഞത് കേട്ട് മീനു ചേച്ചിയെ ഒന്ന് നോക്കിക്കൊണ്ട്, പതിവിൽ നിന്ന് ചേച്ചിയുടെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. പരിഹാസ രൂപേണ മീനു പറഞ്ഞു. നീ ഒരുപാടൊന്നും മനസ്സിലാക്കണ്ട. നിന്റെ ഈ വക്രത്തല അധികം പോയിക്കാതെ വണ്ടി എടുക്ക്, മീര പറഞ്ഞു. ലാസ്റ്റ് ഹരീഷൻ സിനിമ പോലെ ആകാതിരുന്നാ മതി. മീനു പറഞ്ഞത് കേട്ട് മീര ചിരിച്ചുകൊണ്ട്, എങ്കിൽ ഞാൻ കളം വരച്ച് തുളസിയിലിട്ട് നോക്കും, മീരയും പറഞ്ഞു. അപ്പൊ കളം വരയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണല്ലേ? നടക്കട്ടെ നടക്കട്ടെ. മീനുവിന്റെ കളിപ്പറച്ചിൽ മീര ആസ്വദിച്ചു. അവർ വീട്ടിലെത്തിയപ്പോൾ, കുടുംബശ്രീ കഴിഞ്ഞ അമ്മ എത്തിയിട്ടില്ല, ചേച്ചി താക്കോലെന്നേ, മീനു പറഞ്ഞു.
മീര ബാഗിൽ നിന്നും താക്കോലെടുത്ത് മീനുവിന് കൊടുത്തു. മീനു വാതിൽ തുറന്ന് അകത്തു കയറി. മീര ചെമ്പകത്തൈ വരാന്തയിൽ വെച്ച് അകത്തേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് മീര കുളി കഴിഞ്ഞു വന്നതും ചെമ്പകത്തൈ വെക്കാനുള്ള സ്ഥലം നോക്കി നടന്നു. വല്യമ്മയുടെ ഔഷധച്ചെടികളുടെ ഭാഗത്തേക്ക് നോക്കി അതിൽ ഉണങ്ങി നിൽക്കുന്ന കരിനച്ചയെ പറിച്ചു മാറ്റി. തന്റെ മുറിയോട് ചേർന്ന ഭാഗം, തന്റെ പ്രിയപ്പെട്ട ഈ ചെമ്പകത്തൈ വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇത് തന്നെ എന്ന് മീര ഉറപ്പിച്ചു. ഇതിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ തന്റെ മുറിയുടെ ജനൽ തുറന്നിട്ടാൽ മുറിയാകെ പൂക്കളുടെ സുഗന്ധം നിറയുമല്ലോ എന്ന് മീര കരുതി. തുടരും. ഈ ഭാഗം ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. മീര ആരെ വിവാഹം ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കാർത്തികിനെയോ അതോ രഞ്ജിത്തിനെയോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.